നമസ്കാരം. വ്യാപാര മഹോത്സവം 2024 ഭാഗമായി ഞങ്ങൾ കല്ലമ്പലത്ത് സഞ്ചരിക്കുകയാണ്. കല്ലമ്പലത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ്. ഇനി 35 ദിനങ്ങൾ മാത്രമാണ്. ഈ ദിവസങ്ങൾ കഴിയുമ്പോൾ നിരവധി ഭാഗ്യശാലികളെയാണ് കല്ലമ്പലം തിരഞ്ഞെടുക്കുന്നത്. നമസ്കാരം. ഞങ്ങൾ കല്ലമ്പലം വ്യാപാര മഹോത്സവം 2024 ഭാഗമായിട്ട് എത്തിയതാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടത്തുന്ന ഈ ഒരു വലിയൊരു വ്യാപാര മഹോത്സവമാണ്. ഇതിൻ്റെ മീഡിയ പാർട്ണറാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുകയാണെങ്കിൽ നിങ്ങൾക്കും ഒരു സമ്മാനം ലഭിക്കും. ഈ ഓഗസ്റ്റ് 1 മുതൽ ആരംഭിച്ച് സെപ്റ്റംബർ 30 വരെയാണ് വ്യാപാര മഹോത്സവം നടക്കുന്നത്. ഒന്നാം സമ്മാനം സ്കൂട്ടിയും തുടങ്ങി ബെഡ്റൂം സെറ്റ് തുടങ്ങിയ നിരവധി സമ്മാനങ്ങളാണ് ഭാഗ്യശാലികളെയാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഒരു ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം പറയുക. സമ്മാനം. മോൾ എന്തിനു പഠിക്കണേ? 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണല്ലേ. അപ്പോൾ ചോദ്യം ഇതാണ്. കിരീടം എന്ന ചിത്രത്തിൻ്റെ ഡയറക്ടർ ആരാണെന്ന് അറിയാമോ? അഭിനയിച്ചത് കിരീടം. കത്തി താഴെ ഇറ എന്നൊക്കെ പറയൂലേ, അറിയത്തില്ല? എന്നാ മോളെ ഒരു കാര്യം ചോദിച്ചോട്ടാ. ലൂസിഫർ എന്ന ചിത്രത്തിന്റെ ഡയറക്ടർ ആരാണ്? സംവിധായകൻ പൃഥ്വിരാജാണ്? ഇന്ദ്രജിത്താണോ? ഉറപ്പാണോ? തന്നെ? കിരീടത്തിന്റെ സമയത്ത് മോള് ജനിച്ചിട്ടില്ല, ലൂസിഫറിന്റെ സമയത്ത് ജനിച്ചു. അതുകൊണ്ട് ഓർമ്മ ഉണ്ടല്ലേ? അപ്പോൾ നിങ്ങൾക്കും വ്യാപാര മഹോത്സവത്തിന്റെ ഭാഗമാകുവാൻ സാധിച്ചു. നന്ദനവൃന്ദ ട്രേഡേഴ്സ് നൽകുന്ന ഒരു കൂപ്പണാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. നന്ദനവൃന്ദ നിരവധി സമ്മാനങ്ങളാണ്. അതിൻ്റെ ഒന്നാം സമ്മാനങ്ങളൊക്കെ നോക്കിയാണ് സ്കൂട്ടി, ബെഡ്റൂം സെറ്റ്, അതുപോലെ തന്നെ ഫ്രിഡ്ജ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ നന്ദനവൃന്ദ ട്രേഡേഴ്സ് കൊണ്ടുപോയി നിങ്ങളുടെ പേരും നമ്പരും രജിസ്റ്റർ ചെയ്യുക. ഈ വ്യാപാര മഹോത്സവത്തിൻ്റെ ഭാഗമാകുക. ഞങ്ങൾ വലിയൊരു ഭാഗ്യവുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. കല്ലമ്പലത്ത് ഒരു സംഭവം നടക്കാൻ അറിയാമോ? എന്തിനാണ്? വ്യാപാര മേള തുടങ്ങുന്നത്. അപ്പോൾ ഇതെല്ലാം നോക്കുന്നുണ്ട്. ഒന്നാം സമ്മാനം ഒരു സ്കൂട്ടിയാണ്. ഇനി അമ്മയ്ക്ക് ഇനി സ്കൂട്ടി ഓടിക്കാൻ പറ്റില്ല, വീട്ടിലിനി ഇല്ല, ഞാൻ ഓടിക്കുന്ന ആളാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഈ ഒരു ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഈ സ്കൂട്ടി കിട്ടൂല, അതിനുള്ളൊരു അവസരം ലഭിക്കും. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? ഇന്നൊരു നായ്ക്കളുടെ ദിവസം കൂടെ തന്നെ. ഏത്? ശ്രീകൃഷ്ണ ജയന്തിയാണ്, പിന്നെ നായ്ക്കളുടെ ദിവസമാണ്. ഡോഗ് ഡേ ആണ് അല്ലേ? ശ്രീകൃഷ്ണ ജയന്തി കൂടെയാണ് ഇന്ന്. നമ്മളവിടെ എല്ലാം സർക്കാർ അവധി തന്നെ, സ്ഥാപനങ്ങൾക്ക് അവധി തന്നെ നൽകിയിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ലോക നായ ദിനവും പറഞ്ഞു, ശ്രീകൃഷ്ണ രണ്ടും ശരിയായിട്ടുള്ള ഉത്തരവാണ്. നിങ്ങൾക്ക് നന്ദനവൃന്ദ നൽകുന്ന ഒരു കൂപ്പൺ ലഭിച്ചിട്ടുണ്ട്. ഇത് ആ സ്ഥാപനത്തിൽ കൊണ്ടുപോയി നിങ്ങളുടെ പേരും നമ്പരും രജിസ്റ്റർ ചെയ്യുക. സ്കൂട്ടി അടിക്കണമെങ്കിൽ നമ്മളെ ഓർക്കണം കേട്ടോ. ഈ ബെഡ്റൂം സെറ്റ് ആയാലും അവസാനത്തെ സമ്മാനമായ ഗ്ലാസ് സെറ്റ് ആയാലും നമ്മളെ ഓർക്കണം. വ്യാപാര മഹോത്സവത്തിൽ പങ്കെടുക്കുവാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഞങ്ങൾ തരും. ചോദിക്കട്ടെ ചോദ്യം? ഈസി ആയിട്ടുള്ളൊരു ചോദ്യം ചോദിക്കാം അല്ലേ അവരുടെ അല്ലേ? ലൂസിഫർ എന്ന സിനിമയിലെ മോഹൻലാലിന്റെ പേരെന്താണ്? സ്റ്റീഫൻ. ഏത് സ്റ്റീഫൻ? നെടുംപറമ്പിൽ സ്റ്റീഫനോ? നെടുംപറമ്പിൽ, അതായത് ഇതിന്റെ അടുത്തുള്ള നെടുമ്പള്ളി സ്റ്റീഫൻ അല്ലേ? ലൂസിഫർ എത്ര പ്രാവശ്യം കണ്ടു? 1-2 വട്ടേ കണ്ടിട്ടുള്ളൂ അല്ലേ? ഇപ്പൊ ഞങ്ങളൊരു കൂപ്പൺ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടും കൂടെ അടി കൂടൂലേ? ഒരു വീട്ടിൽ ഉള്ളതാണ്. എന്നാലും ചിലപ്പോൾ നിങ്ങൾ അറിയോ അനിയത്തിയും ചേട്ടത്തിയാണ്. എന്നാലും നിങ്ങൾക്ക് 2 പേർക്കും കൂടെ ഞങ്ങൾ 2 കൂപ്പൺ തരും. നിങ്ങൾ ഇത് നന്ദനവൃന്ദയെ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾ പറഞ്ഞത് നെടുമ്പള്ളി സ്റ്റീഫൻ എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഉത്തരവാണ്. നന്ദനവൃന്ദയെ കൊണ്ടുപോയി നിങ്ങളുടെ പേരും നമ്പരും രജിസ്റ്റർ ചെയ്യുക. ഒന്നാം സമ്മാനമായ സ്കൂട്ടി അടിച്ചാലും ഇനിയിപ്പോൾ 6ാം സമ്മാനമായ തവ അടിച്ചാലും നമ്മൾ ഓർക്കണം കേട്ടോ. ചെല്ലി ചേച്ചി, പച്ചക്കറിയെല്ലാം വാങ്ങിച്ചോണ്ടിരിക്കുകയാണല്ലേ? എങ്ങനെയുണ്ട്? വിലയൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമുണ്ട്? ഇപ്പോൾ കല്ലമ്പലത്ത് കുഴപ്പമില്ല. ഓക്കെ. കല്ലമ്പലത്ത് വലിയൊരു വ്യാപാരമേള നടക്കുകയാണ്. ഓരോ പർച്ചേസിങ്ങിനും കൂപ്പണുകൾ ചോദിച്ച് വാങ്ങിച്ചോളണം കേട്ടോ. 2024 വ്യാപാര മഹോത്സവം ഓഗസ്റ്റ് 1 ആരംഭിച്ച് 30 അവസാനിക്കുകയാണ്. നിരവധി സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളൊരു ചെറിയ ചോദ്യം ചോദിക്കും. ഒരു ശരിയായിട്ടുള്ളൊരു ഉത്തരം, അറിയാവുന്ന ഉത്തരം, നിങ്ങൾക്ക് അറിയാവുന്ന ഏതൊക്കെ ഉത്തരങ്ങളുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് ചോദിക്കാം. തന്നെ എനിക്ക് മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചിത്രം എന്നറിയാം? ചലച്ചിത്രം? ബാബു അല്ല, കോവി. തന്നെ? പിന്നെ ചേച്ചി ബാബു എന്ന് പറയുന്നത് എന്തായാലും ബാലൻ തന്നെയാണ്.
അപ്പോൾ ചേച്ചി ഇതാണ്ട് വ്യാപാര മഹോത്സവം 2024 ഭാഗമാകുവാൻ വേണ്ടി ചേച്ചിക്ക് ഒരു അവസരമാണ് ലഭിച്ചിരിക്കുന്നത്. ഒന്നാം സമ്മാനമായി സ്കൂട്ടിയാണ്, രണ്ടാം സമ്മാനമായി ബെഡ്റൂം സെറ്റാണ്. ഇതെന്തായാലും ഇത് വെൽക്കം മൊബൈൽസിൽ കൊണ്ടുപോയി ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പാണ്, അവിടെ കൊണ്ടുപോയി ചേച്ചിയുടെ പേരും നമ്പരും രജിസ്റ്റർ ചെയ്യുക. ഇപ്പോൾ തന്നെ ചെയ്യണം, പെട്ടെന്ന്. കല്ലമ്പലത്ത് വലിയൊരു വ്യാപാരമേള നടക്കുകയാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ. ഓഗസ്റ്റ് 1 ആരംഭിച്ച് സെപ്റ്റംബർ 30 അവസാനിക്കുകയാണ്. നിരവധി സമ്മാനങ്ങളാണ്. അപ്പോൾ ഞങ്ങളൊരു ചോദ്യം ചോദിക്കുന്നത് ശരിയായിട്ടുള്ളൊരു ഉത്തരം പറയുകയാണെങ്കിൽ അതിനകത്ത് അറിഞ്ഞില്ലേ ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി സ്ഥലം എവിടെയാണ്? അപ്പോൾ പിന്നെ അറിഞ്ഞൂടെന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് പറഞ്ഞു ശിവഗിരി തന്നെ, ശരി തന്നെ. അപ്പോൾ വെൽക്കം മൊബൈൽസ് നൽകുന്ന ഒരു സമ്മാന കൂപ്പണാണ്. ഇതാ പിടിച്ചോ, ഇതും കൂടെ പിടിച്ചോളൂ. വെൽക്കം മൊബൈൽസ് നൽകുന്ന ഒരു സമ്മാന കൂപ്പണാണ്. ഒരു സന്തോഷം, അന്തം വിട്ട് കുന്തം പാഞ്ഞ് നിൽക്കാതെ ചിരിക്കുന്നു ഉണ്ടല്ലേ. അപ്പോൾ ഇത് വെൽക്കം മൊബൈൽസ് കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ പേരും നമ്പരും ഇപ്പം തന്നെ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യുക. ഒന്നാം സമ്മാനം സ്കൂട്ടി അടിച്ച് ആർക്ക് ഓട്ടിക്കാൻ കൊടുക്കും? അത് TV മറ്റേ വാഷിംഗ് മെഷീനാണ് കിട്ടുന്നതെങ്കിലാ കൊണ്ടുപോയിക്കും, കറണ്ട് ബില്ല് കൂടും. ഓക്കെ. കല്ലമ്പലം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ വലിയൊരു വ്യാപാരമേള നടക്കുകയാണ്. നിരവധി സമ്മാനങ്ങളാണ് കാത്തിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഒരു ചെറിയ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം പറയുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതിനകത്ത് പങ്കെടുക്കുവാനുള്ള ഒരു അവസരമാണ് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയാണ്, കണ്ടായിരുന്നോ? അതിൻ്റെ സംവിധായകൻ ആരാണെന്ന് അറിയാം? സംവിധായകൻ, നടനല്ല, ആരാണ്? ബ്ലസ്സി. ശരിയായിട്ടുള്ള ഉത്തരമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്യാപാര മഹോത്സവത്തിൽ പങ്കെടുക്കുവാനുള്ള ഒരു അവസരമാണ് ഇത്. വെൽക്കം മൊബൈൽസിൽ കൊണ്ടുപോയി നിങ്ങളുടെ പേരും നമ്പരും രജിസ്റ്റർ ചെയ്യുക. ഒന്നാം സമ്മാനമായി സ്കൂട്ടിയാണ്, രണ്ടാം സമ്മാനമായി ബെഡ്റൂം സെറ്റാണ്. എന്തായാലും ഈ സമ്മാനങ്ങളൊക്കെ അടിക്കുമ്പോൾ ഞങ്ങളെ കൂടി ഓർക്കുക. അന്തം വിട്ടിരിക്കുകയാണ്. അപ്പോൾ വ്യാപാര മഹോത്സവം 2024 ഭാഗമായി നന്ദനവൃന്ദ ട്രേഡേഴ്സും വെൽക്കം മൊബൈൽസും നൽകുന്ന സമ്മാന കൂപ്പണുകൾ ഞങ്ങൾ വിതരണം ചെയ്തു. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് തോന്നാം ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന്. നിങ്ങൾക്കും സമ്മാനമുണ്ട്. ഞങ്ങളുടെ ചോദ്യത്തിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം ഞങ്ങളുടെ ചാനലിലൂടെ കമൻറ്റ് ചെയ്യുന്നവർക്ക് സമ്മാനങ്ങൾ ഉണ്ടായിരിക്കും. ഏറ്റവും കൂടുതൽ ലൈക്കുകൾ കിട്ടുന്ന കമൻറ്റുകളെ വിജയിയായി പ്രഖ്യാപിക്കും. അപ്പോൾ പ്രേക്ഷകർക്ക് സമ്മാനം നേടുവാനുള്ള ചോദ്യം സിമ്പിളാണ്. വ്യാപാര മഹോത്സവം 2024 ഭാഗമായി വ്യാപാരികൾ നൽകുന്ന രണ്ടാം സമ്മാനം എന്താണ്? അത് നിങ്ങൾ ഞങ്ങളുടെ ചാനലുകളിൽ കമൻറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്കുകൾ കിട്ടുന്ന കമൻറ്റിനെ വിജയിയായി പ്രഖ്യാപിക്കും. അപ്പോൾ അവസരം പാഴാക്കണ്ട, വീട്ടിലിരുന്നും സമ്മാനം നേടാം.